NTA നീറ്റ് 2026 നടത്തി ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തതിൻ്റെ ഭാഗമായി അവർ നിങ്ങൾക്ക് റീഫണ്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ റീഫണ്ട് തരാമെന്ന് പറഞ്ഞതിൽ ഉള്ളൊരു പുതിയ സ്കാമാണ് ഇപ്പം ഞാൻ ഈ കുറച്ച് മണിക്കൂറുകളായിട്ടും കുറച്ച് ദിവസങ്ങളായിട്ടും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ സ്കാം കുട്ടികളെ എങ്ങനെ അഫക്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്താ, അടുത്ത എക്സാം എഴുതാൻ നിങ്ങൾ പൈസ അടയ്ക്കേണ്ട, പകരം നേരത്തെ നിങ്ങളുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തുകൊണ്ട് അതിനടച്ച ഫീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, തിരിച്ചു തരികയെന്ന് പറയണം. ഇത് അടയ്ക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ലിയ എന്ന് പറഞ്ഞൊരു കുട്ടി ലോഗിൻ ചെയ്ത് കയറുകയാണ്. ഓൾറെഡി അവിടെ ഏതോ ഒരു ഹിന്ദിക്കാരൻ അയാളുടെ ബാങ്ക് വെച്ചിട്ട് റീഫണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്തോ പ്രഭാത് യാദവോ, ഇയാളുടെ പേരിൽ റീഫണ്ട് ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കും. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക. അതായത് റീഫണ്ട് വേറെ ഏതോ പേരിൽ ആളുകൾ അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് ഈ നിങ്ങൾ ആലോചിക്കണം, 10-26 ലക്ഷം കുട്ടികളുണ്ട്. ഈ 26 ലക്ഷം കുട്ടികളുടെ റീഫണ്ട് ഈ ഡേറ്റ മെയിൻ സിസ്റ്റത്തിൽ നിന്ന് അവരുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തിയെടുത്തിട്ട് ഇവരുടെ പേരിൽ എന്ത് ചെയ്യാണ്, പല ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ട് അതൊരു സ്കാമായിട്ട് പുതിയ പരിപാടി. അപ്പം നിങ്ങൾ ആലോചിക്കും, ഇത്രയും പേരുടെ ലോഗിൻ ഡീറ്റെയിൽസ് തൊട്ട് തുടങ്ങി എല്ലാം ചോർന്നിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് എങ്ങനെയാണ് ഈ കുട്ടിയുടെ, ഈ കേരളത്തിൽ കോട്ടയത്തുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസ് ഈ ഹിന്ദിക്കാരൻ്റെ കയ്യിൽ വരിക, ലോഗിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മൊത്തം അടിച്ചു മാറ്റി ആടെയൊക്കെ കയ്യിലാണ് ഉള്ളത്. ഇനി അടുത്തൊരു എക്സാം നടക്കുന്നുണ്ട്. എനിക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ്റിനോടും ഈ പറയുന്ന NDയോടും ഒക്കെ അറിയാൻ പാടില്ലാത്ത പണിയാണ് ആരെയെങ്കിലും ഏൽപ്പിക്കുക. ഈ പരിപാടിയും വെച്ചുകൊണ്ടാണെങ്കിൽ 26 ലക്ഷം പേരുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്. ഒരു റൗണ്ട് നിങ്ങൾ കളിച്ച് പിന്നെ കുട്ടികളൊക്കെ എങ്ങനെയൊക്കെയോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. അതിനിടയിലാണ് പുതിയൊരു സാധനമായിട്ട് വരുന്നത്. അപ്പം ഈ സ്കാം എന്ന് പറഞ്ഞ സാധനം അകത്തുള്ളവരും സ്കാം ചെയ്യുന്നു, പുറത്തുള്ളവരും സ്കാം ചെയ്യുന്നു. ഇത് ഫുള്ള് സ്കാം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പം അടുത്ത വർഷമെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഓൺലൈനാക്കി അത് വൃത്തിയിൽ എന്ത് ചെയ്യുക, നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് മാറണം പ്ലീസ്. പിന്നെ ഈ എക്സാം ദയവ് ചെയ്ത് എങ്ങനെങ്കിലും എഫേർട്ട് എടുക്കണമെങ്കിൽ ഈ ഇവിടെയുള്ള NDAയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ നടക്കുന്നുണ്ടെന്നൊന്ന് നിങ്ങൾ അറിയിക്കണം. ഒന്നാമത്തെ കാര്യം. 2, കുട്ടികൾ ആരെങ്കിലും റീഫണ്ട് അപ്ലൈ ചെയ്യാത്തവരുണ്ട്, അപ്ലൈ ചെയ്തെടുക്കണം, നിങ്ങളത് വാങ്ങിയെടുക്കണം. നിങ്ങൾ ഫീസ് തിരിച്ച് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഇന്ത്യക്കാരൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കാണുന്നത്. നിങ്ങൾക്ക് അതിനെതിരെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൽ അയക്കുന്നുണ്ട്, അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ കേസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എഫേർട്ട് ചെയ്യുന്നു. കാര്യം 1-2 അല്ല, കുറേ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ബാധിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ള കാര്യം മക്കളോടാണ്. നിങ്ങളിപ്പോൾ ട്രാക്കിലായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ചെറിയ ചെറിയ രീതിയിൽ. അത് ഫുൾ സ്വിങ്ങിലേക്ക് മാറണം. നമുക്കിനി 10-25 ദിവസമേ ഉള്ളൂ. അത്രയും ദിവസം ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടണം. ഇപ്പം നമ്മുടെ മൊഡ്യൂൾ തീർന്ന ഉടനെ ഞാൻ ഉൾപ്പെടെ ക്ലാസ് എടുക്കുന്ന അടുത്ത പ്ലാൻ ജൂൺ 2 തൊട്ട് തുടങ്ങുന്നതിൻ്റെ വീഡിയോ ഞാൻ വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ പലരും എങ്ങനെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് എക്സാം എഴുതി പോകാൻ പെട്ടെന്ന് പറ്റുമോ എന്നുള്ളൊരു രീതിയിലൊരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വെച്ചിട്ട്. അപ്പോൾ ആ വെയിറ്റേജ് വെച്ചിട്ട് ഏറ്റവും വെയിറ്റേജ് ഉള്ള ആദ്യം വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ ഫുൾ സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായ ക്ലാസ് എക്സാം വെച്ചിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ കൊണ്ട് അത് ബാച്ചോ പൈസയ്ക്കോ ഒന്നുമല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. ഇനി അത് നമ്മൾ ഇത്രയും നാൾ യൂട്യൂബിൽ നമ്മളുടെ ക്ലാസ് 1 to 12 ഉള്ള എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സുകളുണ്ട്. അതിപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു സാധനത്തിൽ പോലും കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ ഒരു ക്ലാസ് പോലും നമ്മൾ നടത്താതിരുന്നിട്ടില്ല. യൂട്യൂബിൽ അത്രയധികം ക്ലാസ്സുകൾ തരുന്ന ഒരു പ്ലാറ്റ്ഫോം സൈലം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ചാപ്റ്റർ മൊത്തം പഠിപ്പിക്കുന്ന സൈലം മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സൈലത്തിൻ്റെ ക്ലാസ് 1 to 12 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ലൈവ് കൃത്യമായി പ്രോപ്പറായി കൊടുക്കുന്നുണ്ട്. ഇനി സൈലത്തിന് ഓൺലൈൻ ബാച്ചിൽ ഇപ്പോഴും ഇപ്പം നിങ്ങൾ ഫൗണ്ടേഷൻ ബാച്ചുകൾ ക്ലാസ് 1 to 12 ഏതെടുത്താലും 3000 രൂപയ്ക്ക് ബാച്ച് കിട്ടും. നമ്മൾ നീറ്റ് ജെയ്ക്ക് പണ്ട് എന്താണോ ചാർജ് ചെയ്യുന്നത് അതേ ബാച്ച് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചാർജ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ഫീസ് എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന 70,000, 30,000, 40,000 ആക്കാൻ ഓൺലൈനിൽ പോയിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി ഓഫ്ലൈൻ ഫീസ് ആണെങ്കിൽ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ സിസ്റ്റം റൺ ചെയ്യാനുള്ള ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആളുകളേക്കാൾ കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരിക്കലും ബാച്ചൊന്നുമല്ല, യൂട്യൂബിൽ നൽകാൻ പോകുന്ന ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ സെറ്റാക്കി വരുന്നുണ്ട് ജൂൺ 2 മുതൽ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ എക്സ്ട്രീമിലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോസ്റ്റൽ വേണ്ട ആളുകൾക്ക് ഹോസ്റ്റൽ ഫീസ്, നമ്മൾ ഫുഡിന് മാത്രം നിങ്ങൾ ഫീസ് അടച്ച് ഹോസ്റ്റൽ ഫീസ് ആയിട്ടൊന്നും വേണ്ട, കൺസിഡർ ചെയ്ത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവരെ ഇരുത്തി പഠിപ്പിക്കാനുള്ള രീതിയിൽ തന്നെ നമ്മൾ എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് സിസ്റ്റം, സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഈ NTA ആയാലും നിങ്ങളിങ്ങനെ ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ല വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. ആ CBSE ഒക്കെ ഏൽപ്പിച്ച് അവർ സ്വസ്ഥമായിട്ട് നടത്താൻ വേണ്ടി പറ.
അതിനുവേണ്ടി ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങളുടേതായ എന്ത് ചെയ്യണം, ഈ പറയുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉൾപ്പെടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത്രയും ലക്ഷം പേരുടെ ലൈഫും വെച്ചിട്ട് ഇങ്ങനെ താളം തല്ലി കളിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇന്നലെ വന്ന കാര്യമാണ്. ഈ നിങ്ങൾക്കറിയാം അവർ അപ്ലൈ ചെയ്ത ബാങ്കിൽ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വേറൊരു ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പുതിയൊരു സ്കാം അവിടെ ഉണ്ടാകുന്നു. ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത ചോർത്താൻ വേണ്ടി നടക്കല്ലേ. 26 ലക്ഷം കോപ്പി അടിക്കണ്ടേ? പലയിടത്തും നമുക്ക് കോപ്പി അടിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി ചോർത്താൻ വേണ്ടി ആളുകളുണ്ടെന്നൊക്കെ ആർക്കറിയാം. ആലോചിക്കുമ്പോൾ ഇത്രയും 26 ലക്ഷം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് അടിക്കണം. ലൈക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് ഓൺലൈൻ ആക്കാൻ പറയുന്നത്. അടുത്ത വർഷം തൊട്ട് ഓൺലൈൻ ആകും, ജെഇ നീറ്റ് ഒരേ എക്സാം ആവുമെന്ന് കുറേ നാളായി പറയുന്നുണ്ട്. അടുത്ത വർഷം അത് മാറും എന്നൊക്കെ പറയുന്നു. ഇനി വരുന്ന കുട്ടികളെങ്കിലും എന്ത് ചെയ്യുക, സഫർ ചെയ്യാത്ത പോട്ടെ. ഉള്ളവരെന്ത് ചെയ്തു, സഫർ ചെയ്ത് അവരതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് അവർ എഫേർട്ട് എടുത്ത് തിരിച്ചു വരികയാണ്. നമ്മൾ ആ കുട്ടികളോടൊപ്പമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അത് കൃത്യമായി എന്ത് ചെയ്യുക, നമ്മൾ കൂടെ നിങ്ങളുടെ കൂടെ എക്സാം കഴിയുന്നവരെ ഉണ്ടാകും, അതിലൊരു സംശയമുണ്ട്. അത് കഴിഞ്ഞും ഉണ്ടാകും. ഇപ്പോഴും നമ്മൾ ലൈവ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 10 മൊഡ്യൂൾ തീർക്കുന്നുണ്ട്. അടുത്ത മൊഡ്യൂളായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും റിവിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാക്സിമം നമുക്ക് തരാൻ പറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും ചെയ്യുക തന്നെ ചെയ്യും, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് പ്ലാനുമായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.